അമ്പോ പട്ടി വരെ കണ്ണാടിയൊക്കെ പോയി പറഞ്ഞു മടി കണ്ണാടിയൊക്കെ ഓടിഞ്ഞോ യേശുവിൻ്റെ ഫോട്ടോ ഒക്കെ കുത്തനായിട്ടോ വേറൊരു വഴിയാണ് നോക്കണം. ആ കുരിശാണ് ടാർഗറ്റ്. വണ്ടി കിടപ്പുണ്ട് വരാ ഞങ്ങൾക്ക് നല്ല അവിടം വരെ കയറിയിട്ടുള്ളൂ. ഒന്ന് നോക്കാമല്ല. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ രാവിലെ ഇറങ്ങിക്കഴിഞ്ഞു. അപ്പം നമ്മൾ നേരെ പോകുന്നത് ഭൂതാൻകെട്ടിലോട്ടാണ്. അപ്പം ഇൻട്രോ ഒന്നും പറയുന്നില്ല, കംപ്ലീറ്റ്ലി നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇനി ആ സ്ഥലത്തോട്ട് പോവുകയാണ് ഫസ്റ്റ് കാര്യം. അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. അങ്ങനെ ഗൈസ്, നമ്മൾ പതുക്കെ നമ്മളുടെ ഭൂതത്താൻകെട്ടിന് അടുത്തോട്ട് വരുവാണ്. ഏകദേശം ഇനി 10 കിലോമീറ്റർ ബാക്കിയുള്ളൂ. ഓൾമോസ്റ്റ് നമ്മൾ മൂന്നാർ ആലുവ റോഡാണ് നമ്മൾ പിടിച്ച് പോകുന്നത്. പക്ഷേ ആലുവ മൂന്നാർ റോഡ്, അപ്പോൾ ആ റോഡാണ് നമ്മൾ പോകുന്നത്. സ്ഥലത്തെത്തിയാ നടന്നു ഓക്കെ. അപ്പം ഗൈസ് സ്ഥലമെത്തി. ഇതാണ് ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ എൻട്രൻസ്. അല്ല, കാണാൻ പറ്റും. ജാതിക്കോ പിച്ചരുത് ഇവിടെ പിച്ചരുത്. അത് സൂക്ഷിക്കുന്നതായിരിക്കും. പിച്ചരുത് ചിലപ്പോൾ അതിനകത്ത് ഇതുണ്ട്, ഒന്ന് പിച്ചാൻ പാടില്ലെന്ന് എഴുതിയിട്ടുണ്ട്. ഒരു പണി കിട്ടി. ഗേറ്റ് അടച്ച് അകത്ത് നിൽക്കുന്ന ആൾക്കാർ പെട്ട് നിൽക്കുക എന്ന് വെച്ചാൽ എന്തോ തുറക്കാനാണ്ട് തോന്നുന്നു, പോയെന്ന് തോന്നുന്നു അവർ. അപ്പം അകത്തുനിന്ന് പുറത്തുനിന്ന് അകത്തോട്ട് ആൾക്കാർക്ക് വരാൻ പറ്റുന്നില്ല. 3G ആവുമോ? അത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് അങ്ങോട്ട് മാറി നോക്കാം. വെള്ളം കുറവാണ്, കാരണം കഴിഞ്ഞ വട്ടം വേനൽ സമയത്ത് വന്നപ്പോൾ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടായിരുന്നു. കുഴി ഗേറ്റ് തുറന്നാണോ? ഇതെല്ലാം ഷട്ടറാന്ന് തോന്നുന്നു ആക്ച്വലി. ഇതാ ഈ മെറ്റൽ സാധനം കിടക്കുന്നുണ്ടല്ലേ, ആ വോള് പോലെ, അതെല്ലാം ഷട്ടറാന്ന് തോന്നുന്നു. കാരണം ഞാൻ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ നടുക്കത്തി ഒരെണ്ണം ചെറുതായിട്ട് ഒക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് അത്യാവശ്യം നല്ല വെള്ളം പോകുന്നുണ്ടായിരുന്നു. ഇതാണ് ഓക്കെ, ഇതാണ് മറ്റേ സംഭവം അല്ലേ? ഓക്കെ മില്ലിമീറ്റർ എന്തെങ്കിലും ആവട്ടെ. പക്ഷെ അതുകൊണ്ട് അതിൻ്റെ താഴെ കിടക്കുക. അത് താഴെ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ അത് അത്യാവശ്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് തൊട്ടില്ല. ഇതെന്തായാലും മഴയില്ലേ? മഴയൊക്കെ ഞാൻ ഓൾമോസ്റ്റ് അന്ന് വന്നപ്പോൾ പോയി ഇതൊന്നും കാണുന്നില്ലായിരുന്നു. അന്ന് വന്നപ്പോൾ ഇതൊന്നും കാണുന്നില്ലായിരുന്നു, കംപ്ലീറ്റ്ലി മുങ്ങിക്കിടക്കുമായിരുന്നു. മൊത്തം 3G ആയല്ലോടി. മൊത്തം വന്ന് വെയിലുണ്ട്. മുഞ്ചി ട്രിപ്പ് മുഞ്ചി അടിപൊളി. അങ്ങനെ ഭൂതത്താൻകെട്ട് പോയിട്ട് അവിടെ കയറാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു പ്ലാൻ ബി അവിടെ പ്ലാൻ ചെയ്തു.
ശരിക്കും പറഞ്ഞാൽ അടുത്ത് ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ നാടുകാണി വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞൊരു വ്യൂ പോയിൻ്റ് കണ്ടു. അപ്പോൾ അതിനകത്ത് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല, കംപ്ലീറ്റ്ലി കയറി പോകാൻ പറ്റുന്ന രീതിയിലൊരു മലയുടെ മണ്ടയ്ക്ക് ഒരു കുരിശ്. അപ്പോൾ അങ്ങനെ രീതിയിലാണ് കണ്ടത്. അപ്പോൾ നല്ലൊരു കംപ്ലീറ്റ്ലി ഒരു 360 ഡിഗ്രി വ്യൂ നമുക്ക് എല്ലാ സ്ഥലത്തോട്ടും കിട്ടും എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഏരിയയിലോട്ട് പോകുന്ന വഴിക്ക് ഏതോ ഒരു ഊട് വഴി കൂടെയൊക്കെയാണ് കാർ ഓടിച്ച് പോയത്. കാരണം എതിരെ ഒരു കാറ് വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും. അപ്പം നമുക്കിനി നമ്മളെ സെക്കൻഡ് ലൊക്കേഷനായിട്ടുള്ള ആ ഒരു ഭാഗത്തോട്ട് പോകാം. ഹായ്, ഒരു റോഡ് കണ്ടു, നമ്മൾ ഒരു റോഡ് കണ്ടു. ലാസ്റ്റ് നമ്മൾ ഹൈവേ എത്തിയിരിക്കുകയാണ്. ഏതോ എന്നതോ ഒരു ചെറിയൊരു ഹൈവേ ആണ്. നമ്മള് ഇപ്പൊ വന്ന് ഒരു ചിടം പോയി. പെട്ടെന്ന് പെട്ടെന്ന് പോ. പൂജപ്പുര. അപ്പൊ സെൻട്രൽ ജയിലിൽ കൊടുത്തിരിക്കുമല്ലോ. ഇതിലൂടെ പൂജപ്പുര ചെയ്യുന്നുണ്ടോ? എന്തോ ഊഞ്ചപ്പോ ചേ എന്നെ കൂടെ തെറ്റിക്കാൻ മോളില്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളുടെ രണ്ടാമത്തെ ലൊക്കേഷനായിട്ടുള്ള നാടുകാണി വ്യൂ പോയിൻ്റ് കോതമംഗലത്തിനുള്ള ആ ലൊക്കേഷനിലോട്ട് ഓൾമോസ്റ്റ് എത്തി. ഇനി നമുക്ക് ജസ്റ്റ് ഒരാളോട് ചോദിച്ചിട്ട് ജസ്റ്റ് കറക്റ്റ് ഏരിയ നോക്കിയിട്ട് കയറിയാൽ മാത്രം മതി. മിക്കവാറും കാറ് ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് പോയില്ല. കാരണം ഓൾറെഡി ഈ കാണുന്ന ഈ റോഡ് കണ്ടോ, ഈ ജംഗ്ഷനിൽ എവിടെയെങ്കിലും നമുക്ക് കാറ് പാർക്ക് ചെയ്യണം. ഈ കാറ് പാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഇനി മല കയറാൻ പോകാൻ. അപ്പം ബാക്കി വീട്ടിലോട്ട് നമുക്ക് പോകാം. കയറാൻ പറ്റുന്നില്ലേ? ഗൈസ്, നമ്മൾ വന്നപ്പോൾ തന്നെ കുറച്ച് ആൾക്കാരുണ്ട്. എൻ്റെ വൈഫിൻ്റെ ഒരു പ്രശ്നം പറ്റി. അവൾ ചെരുപ്പ് ഇട്ടുകൊണ്ട് വന്നത്. ഒരിക്കലും അത് ആക്ച്വലി അവൾ ചെരുപ്പിട്ട കാരണം നമ്മൾ ഡാമിൽ പോയി കാണുന്നുള്ള രീതിയിലാണ് ഇട്ടത്. പക്ഷേ ഇവിടെ ചെരുപ്പിട്ടുകൊണ്ട് കയറാൻ ഭയങ്കര പ്രയാസമായിരുന്നു. അവിടെ കുറച്ച് പാടുപെട്ട് പുള്ളിക്കാരി ചെരുപ്പില്ലാതെ കയറി തുടങ്ങി. അങ്ങനെ കാലൊക്കെ നന്നായിട്ട് പൊള്ളി. ബാക്കി കാര്യങ്ങൾ നമുക്ക് കാണാം. അങ്ങനെ ഒന്നും പറയണ്ട, നാടുകാണി വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞ് വന്നതാ. കുഴഞ്ഞ് കുറേ കയറാറുണ്ട് ഇതിനകത്ത്. ഈ വീട്ടുകാരൊക്കെ നിൽക്കുന്ന ഏരിയനകത്ത് കയറുന്നതാ. ഇത് പാറ മൊത്തം ഞാൻ കാണിച്ചുതരാം. വെയിറ്റ്, ഇത് പാറ നല്ല സ്റ്റീപ്പായിട്ട് കിടക്കുക. പണ്ടാരെ തെന്നുകയും ചെയ്യുന്ന വെള്ളമൊക്കെ ഉണ്ട്. ഇത് എവിടെ നിന്നൊക്കെ വരുന്നൊരു പിടുത്തമല്ല. ബാഗാണ് പട്ടി. എന്താ അത്, ഇവിടെ നിന്നൊക്കെ വെള്ളം എടുത്തേക്കുന്നത് നല്ല വെള്ളമായിരിക്കും. അതായിരിക്കും ഉറവ് പോലത്തെ സെറ്റപ്പ് ഒന്നും. അതാ ഇവിടുന്നൊക്കെ വെള്ളം മേളിൽ നിന്ന് വരുന്നുണ്ട്. കാറ് നിട്ടൊക്കെ നല്ല തണുപ്പായിരിക്കും. അവിടെ നിന്നുകൊണ്ട് ഇവിടെ തുണി എഴുതുന്ന നോക്കുന്നത്. കല്ല് കണ്ടില്ല, ഫ്ലാറ്റായിട്ട് കിടക്കുന്നു. അതിൻ്റെ ജസ്റ്റ് കാലിടുക, എന്നിട്ട് പൊക്കുക. കാലൊന്ന് വെച്ചിട്ടൊന്ന് മുക്കി നോക്കിയടി. അല്ല എന്നാ എൻ്റെ പൊന്നെ, എടാ അവ വലിഞ്ഞു കയറണോടാ മറ്റേ പാറ. അയ്യോ എൻ്റെ പൊന്നെ, ആരോ മാർക്ക് കൊടുത്തേക്കുന്നു. നീ കണ്ടില്ലേ? ഇത് ഈ ഒറ്റ വഴിയേ ഉള്ളൂ. ഓടി പട്ടി. അഡ്വഞ്ചർ ട്രിപ്പ്. ഒരു ഡാം കാണാൻ വന്നപ്പോൾ ഇവിടെ മറിഞ്ഞും വീഴരുത് കേട്ടോ. കമ്പി കിടക്കുന്നുണ്ടോ, ഡേഞ്ചറാ. നീ ചെരുപ്പിട്ട്. നിൻ്റെ അടുത്ത് എപ്പോഴും ട്രിപ്പ് പോകുമ്പോൾ ചെരുപ്പിടില്ല എന്ന് 100 വട്ടം പറയും. നീ ചെരുപ്പ് ഇട്ടിട്ട് വരത്തുള്ളൂ. വീട്ടിൽ ഷൂ ഒരു 3 വെറുതെ കിടപ്പുണ്ട്. അമ്മേ, ആടാ തോണ്ട ആ കുരിശുണ്ടോ, മേളിലൊരു കുരിശുണ്ടോ? കാണാൻ വരുന്നില്ല ക്യാമറയില്. ആ കുരിശിൻ്റെ അടുത്ത് വരെ കയറണം. അമ്മേ, ചലഞ്ച്. എൻ്റെ പൊന്നോ, അയ്യോ സീരിയസ്ലി എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് കേട്ടോ, സീരിയസ്ലി.
ഞാനേ സത്യം പറഞ്ഞാൽ ഗൂഗിൾ മാപ്പിൽ പോലും ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ കണ്ടതേ ഉള്ളൂ, യൂട്യൂബിൽ വീഡിയോ പോലും കണ്ടിട്ടില്ല ഈ സ്ഥലം. അമ്മേ അപ്പോൾ ഫസ്റ്റ് വീഡിയോ എന്തായാലും ഞങ്ങളിടാം. നാട് കാണി വ്യൂ പോയിന്റ്. അമ്മോ പട്ടി കണ്ണാടിയൊക്കെ പോയി പറഞ്ഞു മതി. കണ്ണാടിയൊക്കെ ഓടിഞ്ഞോ. വരാ ഞങ്ങൾക്ക് നല്ല സ്റ്റീപ്പായിട്ടുള്ള കാര്യം അവിടം വരെ കയറിയിട്ടുള്ളൂ. ഒന്ന് നോക്കാമല്ല. ഗൈസ് ഒരു കാര്യം പറയാം, ഓവർ സൈസ്ഡാണ്, നല്ല വണ്ണമുണ്ട്. ഇനി ഇരുന്ന് ഞാനല്ല, പഴയ ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം. അത് 45 കിലോ ഉള്ളൂ, ഇപ്പോൾ 90 കിലോക്ക് മേളിലാണ്. ബെല്ലി ഫാറ്റ് നന്നായിട്ടുണ്ട്. അയ്യോ അയ്യോ ഇവിടെ നോക്കിയേ. അയ്യ എവിടെ നോക്കാൻ നടന്ന് അത്യാവശ്യം വ്യൂ ഉണ്ട് ഇവിടെ. പക്ഷെ എന്നാലും ശരിക്കുള്ള വ്യൂ മേളില്ല. പ്രൈമറി ക്യാമറ എടുക്കാനും പറ്റുന്നില്ല, മൊബൈലിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇത് അവിടെ ഒരു പള്ളിയും കാണാം. ഓയോ ഇനി വേണ്ട, അവിടം വരെ കയറാം. എനിക്കറിയത്തില്ല, വേണ്ട. യേശുവിൻ്റെ ഒക്കെ ഫോട്ടോ ഒക്കെ ഉണ്ട്. അങ്ങനെ പറഞ്ഞൊരു കാര്യമില്ല. വാ കയറി വാ, ഇറങ്ങുമ്പോൾ കോമഡി ആയിരിക്കും. അമ്മേ ഇവിടെ ആൾക്കാരൊക്കെ ഡെയിലി വരുന്നതാണ്. ഒരു സ്റ്റാമിന് തീരെയില്ല. ഞാൻ വെള്ളം പിന്നല്ല എനിക്ക് തോന്നി ഔട്ടടിച്ചായിരുന്നു. ഇവിടുന്ന് കുത്തനായിട്ടോ, ഇനി വേറൊരു വഴിയാണെന്ന് നോക്കണം. ആ കുരിശാണ് ടാർഗറ്റ്. നാല് വണ്ടി കിടപ്പുണ്ട്. അടുത്ത ചലഞ്ച് പെട്രോളാ വണ്ടി. നടന്ന് ക്ഷീണിച്ചു. ഇതിനാണ് പറയുന്നത്, എന്ത് പറയുന്നത്, അന്ത സാധനം വേണമെന്ന് പറയുന്നത്. ഇതോ കിടക്കുന്ന വണ്ടില്ലേ ഇതോ, അവിടൊക്കെ കയറണ്ടേ മുത്തിന്. കുറച്ചേ ആയിട്ടുള്ളൂ, തുടങ്ങിയിട്ടേ ഉള്ളൂ. കുടി 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 വെള്ളം കുടി. ആ വെള്ളം ഇച്ചിരി എനിക്ക് കുടിക്കണം. എന്റെ കാര്യത്തിൽ തീരുമാനമായി, എനിക്കും കേറേണ്ടി വരും. അത് ഞാൻ ഇവിടെ, അത് ഞാൻ താഴെ ഇരിക്കാം, നീ ഇവിടെ കേറിട്ട് പോവാ. ഓക്കെ, സത്യം. വെള്ളം എന്താ തന്ന കുടിച്ച് തീർക്കുവാണോ? മഴയാണ് പെയ്ത തീർന്ന്. മുത്തു വാ വാ. നമ്മൾ വിചാരിക്കുന്നതിന്റെ കൂട്ടല്ല. വാ. കൈവേരി പിടി.
അതിനെ വന്ന് ബെൽറ്റ് ഇട്ടിരുന്നോ? ഓക്കെ സെറ്റ്. അങ്ങനെ ഗൈസ് കുറേ നേരത്തേക്കുള്ള ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള കയറ്റവും അതുപോലെ മലയൊക്കെ കംപ്ലീറ്റ്ലി തെന്നി കുറച്ചൊക്കെ തെന്നി വീഴുകയൊക്കെ കംപ്ലീറ്റ്ലി ചെയ്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ലൊക്കേഷനിലോട്ട് നമ്മൾ എത്തിപ്പെട്ടു. ഇനി ഏകദേശം ഒരു 10 മീറ്ററോടെ മണ്ടയ്ക്ക് കയറാണ്ട് ആ കാണുന്നതാണ് ആ കുരിശ്. ആ കുരിശാണ് കംപ്ലീറ്റ്ലി നമുക്ക് കാണേണ്ട ലൊക്കേഷൻ. അപ്പോൾ അവിടെ പോയിട്ടുള്ള ഏകദേശം കുറച്ച് നല്ല സിനിമാറ്റിക് ആയിട്ടുള്ള കുറച്ച് വിഷ്വൽസൊക്കെ നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആക്ച്വലി എൻ്റെ അല്ല, എൻ്റെ വൈഫിൻ്റെ കുറച്ച് സ്ഥലങ്ങളുടെ കുറച്ച് സിനിമാറ്റിക് ആയിട്ടുള്ള കുറച്ച് വിഷ്വൽസ് ആൻഡ് ഫോട്ടോസും ഞാനത് ഷെയർ ചെയ്യാം. ഇതൊക്കെയാണത്. പിന്നെ കഴിച്ച് കംപ്ലീറ്റ്ലി ഒരു 360 ഡിഗ്രി വ്യൂ തന്നെ കിട്ടും. നമുക്ക് ഒരു കംപ്ലീറ്റ്ലി ഒരിടത്ത് ഇവിടെ വന്ന് സുഖമായിട്ട് റിലാക്സ് ചെയ്തിരുന്ന് അത്യാവശ്യം നല്ല തണുത്ത കാറ്റുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫുള്ള് കുറേയധികം സ്ഥലങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള അത്ര ഹൈറ്റുള്ള സ്ഥലമാണ്. പക്ഷേ ഈ ഒരു സ്ഥലം കുറച്ച് അൺറേറ്റഡ് ആണെന്ന് തോന്നുന്നു. കാരണം ഞാൻ വെറുതായിട്ട് ആരും പറഞ്ഞ് കേട്ടിട്ടില്ല. ഇൻ കേസ് കോതമംഗലത്തുള്ള എൻ്റെ പല ഫ്രണ്ട്സോട് ചോദിച്ചപ്പം ഈ ഒരു ലൊക്കേഷനെ കുറിച്ച് വല്ല ഐഡിയയും ഇല്ല. അപ്പം കുറച്ച് അൺറേറ്റഡ് ഏരിയ എന്ന് തോന്നുന്നു. അപ്പം ഇത്രയും നല്ല ഒരു ഹയസ്റ്റ് പോയിൻ്റ്, കാരണം ഏകദേശം എറണാകുളത്ത് നിന്ന് അടുത്താണ് ഈ ഒരു ലൊക്കേഷൻ കിടക്കുന്നത്. അപ്പം എറണാകുളത്തിന് ഓൾമോസ്റ്റ് ഒരു 40 കിലോമീറ്റർ കണ്ടേ ലൊക്കേഷൻ ദൂരം ഏകദേശം ഉള്ളൂ. 40-45 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഇങ്ങനൊരു ഒരു ഹിഡൻ സ്പോട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് വന്ന് നോക്കുക. പക്ഷേ ആ കയറുന്നതിൻ്റെ ഒരു, കാരണം എനിക്കിത്രയും വെയിറ്റൊക്കെ ഉള്ള ഒരാളായതുകൊണ്ട് മാത്രമേ എനിക്കത്രയും മാക്സിമം ഇത്രയും സ്ട്രഗിൾ ചെയ്തേ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈസിലി ഒരു 1 ഹവറിനുള്ളിൽ തന്നെ കംപ്ലീറ്റ്ലി മേളിൽ കയറി വരാം. അപ്പം ഇത്രയും നല്ലൊരു വ്യൂ നമുക്ക് ഈസിലി കിട്ടുന്നതായിരിക്കും.
അപ്പോൾ ഗൈസ് നമ്മളിപ്പം ഈ ഒരു മലയിൽ നമ്മളിപ്പോൾ ഇറങ്ങാൻ പോവാണ്. കാരണം എത്ര നിന്നാലും മതി വരാത്തൊരു ഏരിയ ആയിരുന്നു. കംപ്ലീറ്റ്ലി നല്ല തണുത്ത കാറ്റും അതേപോലെ കംപ്ലീറ്റ് 360 ഡിഗ്രിയിലുള്ള കംപ്ലീറ്റ് വ്യൂവും ഇത്രയും നല്ലൊരു ഏരിയ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോയിട്ടും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത് ഭയങ്കര ഒരു ഇതായിരുന്നു. കാരണം നമുക്കിത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നിട്ടൊരു ട്രിപ്പായതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഇഷ്ടപ്പെട്ടതും കാരണം ഇത്രയും മേളിലോട്ട് വലിഞ്ഞു കയറാനൊക്കെ തോന്നിയതും. അതുകൊണ്ട് ഇനി ഗൈസ് നമുക്ക് ഇവിടുന്ന് ഇവിടെ പറയാം, നമുക്കിനി താഴോട്ട് പോവാം. ഇനിയാണ് അടുത്ത പ്രശ്നം, താഴോട്ട് ഇറങ്ങണം. അതുകൊണ്ട് ഇനി അത് ആ വീട്ടിലോട്ട് നമുക്ക് പോവാം. നോക്കി നടക്കണം, അവിടെ തെന്നുവേ നോക്കി നടക്കണം, അവിടെ തെന്നു. ഇതിലേ പോ, ഇതിലെയാണെന്ന് തോന്നുന്നു. പാടി അതൊന്നും പറ്റത്തില്ല. ഇവിടെ ഇതിലേ പോവാം, ഇവിടെ തെന്നുവേ. നോക്കി തരണേ, വെള്ളത്തിൽ ചവിടരുത്. ഇതിലേ പോണോ അതിലേ പോണോ? ഇതിലേ പോവാം. ഇതിലേ പോണം. വാ, ഇതായിട്ട് ഇറങ്ങാ, സൂക്ഷിച്ച് പോണേ. വാ, ഇതില് ഇതിലേ പോകും, അതിൽ പോയി കമ്പ്യൂട്ടർ. നോക്കി ഇറങ്ങി, പതുക്കെ ഇറങ്ങിയാണെങ്കിൽ ഇറങ്ങിപ്പോ. ഡെയിലി ആൾക്കാരോട് കയറുന്ന ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്നാലോ ഓരോ കാര്യം. വാ ഇറങ്ങി, സിമ്പിൾ അല്ല. ഇങ്ങനെ നടന്ന് ഇങ്ങനെ നടന്നിറങ്ങിയാൽ മതി. നിരങ്ങി ചന്തി വന്ന വലിയൊരു ഇറക്കം. നോക്കി ഇറങ്ങണേ. ഞാൻ കൈവരി നിന്റെ കൈ ഒരു കയ്യിൽ ചെരുപ്പിരിക്കുന്നു, ഒരു കൈ ഫോണിരിക്കുന്നു, ഞാൻ കൈയൊന്നും പിടിക്കാൻ ഇറങ്ങുന്നു. നീ ഇറങ്ങി പൊട്ടും. നീ കൈ വെച്ചിരുന്നാ മതി. ഇറങ്ങ. ഫ്ലാറ്റാണ്, കുറച്ച് ഫ്ലാറ്റാണ്. ശരി,
തെന്നുവേ ഇവിടെ കുറച്ച് വെള്ളമുണ്ട്. കുറച്ച് വെള്ളം എടുത്താലോ അതൊന്ന് അതൊന്ന് നല്ലതായിരിക്കും. ഞാൻ ട്രൈ ചെയ്തേ കുടിച്ചു നോക്കാം. ക്ലിയർ വെള്ളമാണ്, കുടിക്കാം നല്ല വെള്ളം. ഇത് വുമൺ വേഴ്സസ് മാൻ വേഴ്സസ് വൈൽഡ് ലൈഫ്, രണ്ടുപേരും ഉണ്ട്. ഇങ്ങുണ്ട് നീ എടുത്തേ, കുറച്ച് വെള്ളം എടുക്കാൻ പറ്റുമോ? ഇന്ന് അടപ്പിടിച്ചതിന് കയ്യിലുണ്ട്. നമ്മള് പച്ചവെള്ളം കുടിക്കുന്നത് ഇതൊക്കെ ഇവിടെ നിന്നൊക്കെ വരുന്നില്ല. മതി ചോദിക്കണ്ട. ഉറുമ്പ് പോലെ പ്രാണികളാണ് കിടപ്പുണ്ട്, അതിന് തട്ടിക്കളയാനുണ്ട്. ആണ് അവര് താഴെ എത്തി. അതൊക്കെ ഉണ്ടല്ലേ. അയ്യോ അടുത്ത അഡ്വഞ്ചർ. ചെറിയല്ലേ ഈ പിടിയില്ലായിരുന്നെങ്കിൽ ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒരു ലോങ് വീഡിയോ ആയിപ്പോയെന്ന് ക്ഷമിക്കുക. കംപ്ലീറ്റ്ലി എല്ലാ സീൻസും നിങ്ങളെ കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഇതിൽ കൂടുതൽ സീൻസ് എടുത്തിട്ടുണ്ട്. ഇനിയും വീഡിയോ കൂടിപ്പോകും. അപ്പോൾ ഗൈസ്, ഇനിയൊരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടുത്തവിടെ കാണാം. അപ്പോൾ സൈനിങ് ഓഫ്, സോൾമേറ്റ്സ് ഓൺ സ്ക്രീൻ.